നമസ്തേ. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തെക്കുറിച്ചുള്ള ഈ വിശേഷപ്പെട്ട ക്വിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് തുടങ്ങിയാലോ? ഒന്നാമത്തെ ചോദ്യം. ലങ്കയിലെ പുതിയ സ്വർണ്ണമതിലിനു ചുറ്റും എത്ര യോജന വിസ്താരമുണ്ട്? 700 യോജന. ലങ്കയിൽ ഹനുമാൻ വധിച്ച രാവണപുത്രൻ ആരാണ്? അക്ഷകുമാരൻ. ശ്രീരാമൻ യുദ്ധയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വിജയപ്രദമായി നിന്ന നക്ഷത്രം ഏതായിരുന്നു? ഉത്രം. സൈന്യാധിപനായ ഏതു മഹാബലനാണ് സേനയെല്ലാം പരിപാലിക്കേണ്ടതെന്നാണ് രാഘവൻ അരുളി ചെയ്തത്? നീലൻ. വിചാരം എത്ര വിധമുണ്ട് എന്നാണ് രാവണൻ പറയുന്നത്? ത്രിവിധം. ദേവേന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച് ബന്ധിച്ച് ഗുഹയിലിട്ട രാവണപുത്രൻ ആരാണ്? മേഘനാഥൻ. കുബേരനെ യുദ്ധത്തിൽ ജയിച്ച് രാവണൻ അപഹരിച്ച വിമാനം ഏതായിരുന്നു? പുഷ്പക വിമാനം. നിദ്ര കൈവിട്ട് അഗ്രജനായ രാവണനെ ചെന്ന് കണ്ടു വണങ്ങിയത് ആരാണ്? കുംഭകർണൻ. വിഭീഷണന്റെ അഭിപ്രായത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവായ ശ്രീരാമൻ പന്നിയായി വധിച്ചത് ആരെയാണ്? ഹിരണ്യാക്ഷനെ. നരസിംഹരൂപം ധരിച്ച് വീരനായ ഏത് അസുരനെയാണ് വിഷ്ണു കൊന്നത്? ഹിരണ്യകശിപുവിനെ. മൃത്യുവശഗതനായ മനുഷ്യനെ എന്തേൽക്കുകയില്ല എന്നാണ് വിഭീഷണൻ ഓർക്കുന്നത്? സിദ്ധൌഷധങ്ങൾ. വിഭീഷണൻ എത്ര അമാത്യന്മാരുമായാണ് ആകാശമാർഗത്തിലൂടെ ശ്രീരാമന്റെ അടുത്തേക്ക് പോയത്? 4 അമാത്യന്മാരുമായി. വിഭീഷണൻ വന്ന് ശരണം പ്രാപിച്ചത് ഉത്തമമാണെന്നും അവനെ സ്വീകരിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? മാരുതി. ആശ്രിതനെ രക്ഷിച്ചില്ലെങ്കിൽ വരുന്നത് എന്താണെന്നാണ് വേദശാസ്ത്രങ്ങൾ പറയുന്നത്? ബ്രഹ്മഹത്യ. കർമ്മബന്ധങ്ങൾ നശിക്കാൻ ശ്രീരാമനോട് വിഭീഷണൻ യാചിച്ച നിർമ്മലമായ കാര്യം എന്താണ്? ജ്ഞാനവും ഭക്തിയും. ശ്രീരാമന്റെ കൽപ്പന പ്രകാരം ലങ്കാധിപനായി വിഭീഷണനെ അഭിഷേകം ചെയ്തത് ആരാണ്? ലക്ഷ്മണൻ. രാവണന്റെ ആജ്ഞയനുസരിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് സുഗ്രീവനോട് സംസാരിക്കാൻ എത്തിയ നിശാചരൻ ആരാണ്? ശുകൻ. ശുകനെ ബന്ധിച്ച് കാത്തുകൊള്ളാൻ പറഞ്ഞതാര്? രഘുരാമൻ. ശുകൻ ബന്ധനസ്ഥനായ വിവരങ്ങൾ രാവണനോട് ചെന്ന് പറഞ്ഞ നിശാചരൻ ആരാണ്? ശാർദൂലൻ. സമുദ്രം കടക്കാൻ ഏത് ദേവനെ സേവിക്കാനാണ് വിഭീഷണൻ ഉൾപ്പെടെയുള്ളവർ ശ്രീരാമനോട് നിർദ്ദേശിച്ചത്? വരുണനെ. രാമകോപത്താൽ പേടിച്ച് ദിവ്യരത്നങ്ങളുമായി രാമപാദങ്ങളിൽ വന്ന് നമസ്കരിച്ചത് ആരാണ്? വരുണദേവൻ. വരുണന്റെ നിർദ്ദേശപ്രകാരം പാപാത്മാക്കളായ നിശാചരന്മാരെ വധിക്കാൻ ശ്രീരാമൻ ബാണമയച്ച വടക്കു ദിക്കിലെ പ്രദേശം ഏതായിരുന്നു? ചിത്രദ്രുമകുല്യദേശം. ശ്രീരാമന്റെ ബാണമേറ്റ ശേഷം ശോഭനമായി മാറി മുഖ്യ ജനപദമായി തീർന്നത് ഏത് പ്രദേശമാണ്? ആഭീരമണ്ഡലം തീരപ്രദേശം. സേതു ബന്ധിക്കാൻ കഴിവുള്ളവനും വിശ്വകർമാവിന്റെ മകനുമായ കപിവരൻ ആരാണ്? നളൻ. ശ്രീരാമൻ ഏത് നാമമാണ് സേതു ബന്ധിച്ച സ്ഥലത്തിന് നൽകിയത്? രാമേശ്വരം. എത്ര നാൾ കൊണ്ടാണ് കപികൾ 100 യോജന നീളത്തിൽ സേതു നിർമ്മാണം പൂർത്തിയാക്കിയത്? 5 നാൾ കൊണ്ട്. വാനരസേനയോടൊപ്പം രാഘവൻ ഏത് പർവ്വതത്തിന്റെ മുകളിലാണ് കയറിയത്? സുബേലാചലത്തിന്റെ. ശ്രീരാമൻ തടവിലാക്കപ്പെട്ട ഏത് അസുരനെയാണ് മോചിപ്പിക്കാൻ പറഞ്ഞത്? ശുകാസുരനെ. വെള്ളിയുടെ നിറമുള്ള ഉഗ്രനായ വാനരൻ ആരാണ്? ശ്വേതൻ. വജ്രദംഷ്ട്രൻ ആരുടെ വേഷം ധരിച്ചാണ് ശുകന്റെ ആശ്രമത്തിൽ വന്നത്? അഗസ്ത്യമുനിയുടെ. അഗസ്ത്യവേഷത്തിൽ വന്ന വജ്രദംഷ്ട്രൻ ഏതു മൃഗത്തിന്റെ മാംസമാണ് ശുകനോട് ചോദിച്ചത്?
ആടിന്റെ മാംസം. ശുകന്റെ പത്നിയുടെ വേഷം ധരിച്ചെത്തിയ വജ്രദംഷ്ട്രൻ അഗസ്ത്യമുനിക്ക് വിളമ്പിക്കൊടുത്തത് എന്തായിരുന്നു? മർത്യമാംസം. ശുകന്റെ ആശ്രമത്തിൽ വെച്ച് മർത്യമാംസം കണ്ടപ്പോൾ ശുകനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചതാര്? അഗസ്ത്യൻ. രാവണ മാതാവിന്റെ പിതാവായ രാക്ഷസൻ ആരാണ്? മാല്യവാൻ. ജാനകി ലങ്കയിൽ വന്നതിനു ശേഷം അനവധി ദുർനിമിത്തങ്ങൾ കണ്ട് രാവണനോട് ഉപദേശം നൽകിയത് ആരാണ്? മാല്യവാൻ. രാവണന്റെ മായയാൽ നിർമ്മിച്ച രാമന്റെ കൃത്രിമ ശിരസ്സും വില്ലും കണ്ട് വിലാപത്തോടെ മോഹിച്ചു വീണ സീതയോട് അത് രാവണന്റെ ചതിയാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതാരാണ്? സരമ. മാരുതിയെ വേൽ കൊണ്ട് ചാട്ടിയ നിശാചരൻ ആരാണ്? ജംബുമാലി. നാഗപാശ ബന്ധനത്തിൽപ്പെട്ട് കിടന്ന രാമലക്ഷ്മണന്മാരെ മോചിപ്പിച്ചത് ആരാണ്? ഗരുഡൻ. ധൂമ്രാക്ഷനെ വധിച്ച് ദേവലോകത്തേക്ക് അയച്ചത് ആരാണ്? മാരുതി. ധൂമ്രാക്ഷന്റെ മരണശേഷം ദക്ഷിണ ഗോപുരത്തിലൂടെ യുദ്ധത്തിന് പുറപ്പെട്ട രാക്ഷസൻ ആരാണ്? വജ്രദംഷ്ട്രൻ. വജ്രദംഷ്ട്രന്റെ വധത്തിന് ശേഷം പശ്ചിമ ഗോപുരത്തിലൂടെ യുദ്ധത്തിന് വരികയും വായുപുത്രനാൽ കൊല്ലപ്പെടുകയും ചെയ്ത രാക്ഷസൻ ആരാണ്? അകമ്പനൻ. അകമ്പനന്റെ വധത്തിന് ശേഷം ദശാനനൻ വിളിച്ചു വരുത്തിയ സേനാപതി ആരാണ്? പ്രഹസ്തൻ. സേനാപതിയായ പ്രഹസ്തനെ വധിച്ച വാനരശ്രേഷ്ഠൻ ആരാണ്? നീലൻ. സേനാപതിയും പടയും നശിച്ചപ്പോൾ വടക്കേ ഗോപുരത്തിലൂടെ നേരിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടത് ആരാണ്? രാവണൻ. കുതിച്ച് രാവണന്റെ പുറത്തു കയറി കിരീടങ്ങൾ പത്തിലും കൊടിമരത്തിലുമെല്ലാം ചാടിച്ചാടി നൃത്തമാടിയത് ആരാണ്? നീലൻ. സൗമിത്രിയുടെ നെഞ്ചിലേക്ക് രാവണൻ ഏത് ആയുധമാണ് ചാട്ടിയത്? വേൽ. രാവണനോട് യുദ്ധം ചെയ്യാൻ ശ്രീരാമൻ ആരുടെ കഴുത്തിലാണ് കയറിയത്? മാരുതിയുടെ. യുദ്ധത്തിൽ ആയുധവും തേരും നഷ്ടപ്പെട്ട രാവണനോട് ഇന്ന് പൊയ്ക്കൊള്ളുക, നാളെ ആയുധങ്ങളോടെ വരിക എന്ന് പറഞ്ഞതാര്? ശ്രീരാമൻ. കുംഭകർണൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ? 9 ദിവസം. നാരദ മഹർഷി കാനനത്തിൽ വെച്ച് ഏത് ആശ്രമത്തിൽ വെച്ചാണ് കുംഭകർണനെ കണ്ടുമുട്ടിയത്? നാരായണാശ്രമത്തിൽ. ശ്രീരാമൻ ഏതസ്ത്രമയച്ചാണ് കുംഭകർണന്റെ ശിരസ് വെട്ടിമാറ്റി അവനെ വധിച്ചത്? ഇന്ദ്രാസ്ത്രം. ലക്ഷ്മണന്റെ ബാണങ്ങളേറ്റപ്പോൾ അവ പിന്തിരിഞ്ഞു വീഴുന്നത് കണ്ട് ബ്രഹ്മാസ്ത്രം എയ്ത് അതികായനെ വധിക്കാൻ ഉപദേശിച്ചതാര്? വായുദേവൻ. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് അഗ്നിയെ പൂജിച്ച് ഹോമം നടത്തി ശക്തി വർദ്ധിപ്പിച്ചത് ആരാണ്? ഇന്ദ്രജിത്ത്. മേഘനാഥന്റെ അസ്ത്രമേറ്റ് വീണ വാനരന്മാരിൽ മാരുതിക്ക് ജീവനുണ്ടോ എന്ന് വിഭീഷണനോട് അന്വേഷിച്ചതാര്? ജാംബവാൻ. കൈലാസ ശൈലത്തിലെ ഋഷഭാദ്രിയിൽ എത്ര ദിവ്യൌഷധങ്ങളാണ് ഉള്ളതെന്ന് ജാംബവാൻ പറഞ്ഞു? 4 ദിവ്യൌഷധങ്ങൾ. ജാംബവാൻ പറഞ്ഞ 4 ദിവ്യൌഷധങ്ങൾ ഏതെല്ലാമാണ്? വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവിനി. ഹനുമാന്റെ യാത്ര വൈകിപ്പിക്കാൻ താപസനായി വഴിമുടക്കാൻ രാവണൻ ചുമതലപ്പെടുത്തിയത് ആരെയാണ്? കാലനേമിയെ. കുളത്തിൽ വെള്ളം കുടിക്കാൻ തുടങ്ങിയ ഹനുമാനെ തിന്നാനൊരുങ്ങിയ ഭയങ്കരിയായ ജീവി ഏതായിരുന്നു? മുതല. ഹനുമാൻ വായിൽ പിടിച്ച് പിളർന്നു കൊന്ന മുതലയിൽ നിന്ന് ശാപമോക്ഷം നേടി ദിവ്യരൂപത്തിൽ ഉയർന്നു വന്ന അപ്സര സ്ത്രീ ആരാണ്? ധന്യമാലി. ഔഷധങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ ഹനുമാൻ പിഴുതെടുത്തുകൊണ്ടു പോന്ന പർവ്വതം ഏതായിരുന്നു? ദ്രോണാചലം. ഔഷധത്തിന്റെ കാറ്റടിച്ചപ്പോൾ യുദ്ധക്കളത്തിൽ മരിച്ചു കിടന്ന ഏതു കൂട്ടർ മാത്രമാണ് ജീവിച്ചെഴുന്നേൽക്കാതിരുന്നത്? രാക്ഷസന്മാർ. പണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്ന ശുകനെ ഉപദ്രവിക്കാൻ അവസരം നോക്കിയിരുന്ന രാക്ഷസൻ ആരാണ്? വജ്രദംഷ്ട്രൻ.
മേഘനാഥൻ ഏത് സ്ഥലത്ത് വെച്ചാണ് ഹോമം മുടക്കാതെ നടത്തിയാൽ അവനെ വധിക്കാൻ സാധിക്കില്ലെന്ന് വിഭീഷണൻ പറഞ്ഞത്? നികുംഭിലയിൽ. ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുള്ള ഘോരയുദ്ധം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 3 ദിവസം. ലക്ഷ്മണൻ ഏതസ്ത്രം പ്രയോഗിച്ചതാണ് ഇന്ദ്രജിത്തിന്റെ ശിരസ് വെട്ടിമാറ്റിയത്? ഇന്ദ്രാസ്ത്രം. മകനായ ഇന്ദ്രജിത്തിന്റെ മരണവിവരം അറിഞ്ഞ് കോപിഷ്ഠനായി സീതയെ വധിക്കാൻ ഓടിച്ചെന്ന രാവണനെ തടഞ്ഞ ബുദ്ധിമാനായ രാക്ഷസൻ ആരാണ്? സുപാർശ്വൻ. രാവണൻ വിജയത്തിനായി ഉപദേശം തേടിച്ചെന്നത് ഏതു മുനിയുടെ അടുക്കലേക്കാണ്? ശുക്രമുനി. ശത്രുക്കളെ തോൽപ്പിക്കാൻ ഒരു ഗുഹ തയ്യാറാക്കി അതിരഹസ്യമായി എന്ത് ചെയ്യാനാണ് ശുക്രമുനി രാവണനോട് ഉപദേശിച്ചത്? ഹോമം. രാവണൻ ഹോമം തുടങ്ങിവെച്ച വിവരം ശ്രീരാമന് കാട്ടിക്കൊടുത്തത് ആരാണ്? വിഭീഷണൻ. രാവണന്റെ ഹോമം നടക്കുന്ന ഗുഹയുടെ വാതിലടച്ചിരുന്ന ശിലാബന്ധം പൊട്ടിച്ചെറിഞ്ഞ് അകത്ത് കടന്നതാര്? അംഗദൻ. രാവണന്റെ കയ്യിലിരുന്ന ഹോമത്തവി പിടിച്ചെടുത്ത് അതുകൊണ്ട് രാവണനെ അടിച്ചത് ആരാണ്? ഹനുമാൻ. മറ്റൊരു തരത്തിലും ഇളകാതിരുന്ന രാവണന്റെ ധ്യാനം ഇളക്കാനായി വാനരന്മാർ ആരെയാണ് പിടിച്ചു വലിച്ച് അപമാനിച്ചത്? മണ്ഡോദരിയെ. രാവണൻ പ്രയോഗിച്ച മയന്റെ ദിവ്യാസ്ത്രത്തെ നിഷ്ഫലമാക്കാൻ ശ്രീരാമൻ ഏതസ്ത്രമാണ് ഉപയോഗിച്ചത്? ഗാന്ധർവാസ്ത്രം. രാവണൻ വിഭീഷണന് നേരെ പ്രയോഗിച്ച വേലിനെ 3 ബാണങ്ങൾ എയ്ത് മുറിച്ചിട്ടതാര്? ലക്ഷ്മണൻ. ശ്രീരാമന് യുദ്ധം ചെയ്യുന്നതിനായി ഇന്ദ്രൻ അയച്ചു കൊടുത്ത തേരിന്റെ സാരഥി ആരായിരുന്നു? മാതലി. രാമരാവണ യുദ്ധം കണ്ടു നിൽക്കെ ശ്രീരാമന് വിജയം നൽകുന്നതിനായി ആകാശദേശത്തു നിന്നും വന്ന മുനി ആരാണ്? അഗസ്ത്യൻ. ശ്രീരാമന്റെ മുൻപിൽ വെച്ച് അഗസ്ത്യമുനി ഉപദേശിച്ചു കൊടുത്ത പ്രശസ്തമായ സ്തോത്രം ഏതായിരുന്നു? ആദിത്യ ഹൃദയം. ശ്രീരാമൻ ഏത് ദിവ്യാസ്ത്രം ഉപയോഗിച്ചാണ് രാവണനെ വധിച്ചത്? ബ്രഹ്മാസ്ത്രം. രാവണന്റെ വധത്തിന് ശേഷം ലക്ഷ്മണന്റെയും വാനരന്മാരുടെയും മേൽ പുഷ്പവൃഷ്ടി നടത്തിയത് ആരാണ്? വാനവർ. പോരിൽ മരിച്ച് വീരസ്വർഗം പ്രാപിച്ച രാവണന്റെ സംസ്കാരക്രിയകൾ നടത്താൻ വിഭീഷണനോട് നിർദ്ദേശിച്ചത് ആരാണ്? ശ്രീരാമൻ. വിഭീഷണന് ലങ്കാരാജ്യത്തിൽ രാജ്യാഭിഷേകം നടത്താൻ ശ്രീരാമൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ലക്ഷ്മണനെ. രാവണവധത്തിനും വിഭീഷണന്റെ അഭിഷേകത്തിനും ശേഷം സീതാദേവിയെ വിവരമറിയിക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് അയച്ചത് ആരെയാണ്? ഹനുമാനെ. സീതാദേവിയുടെ പാതിവ്രത്യം തെളിയിക്കുന്നതിനായി അഗ്നിപ്രവേശം നടത്താൻ ഹോമകുണ്ഠം തയ്യാറാക്കിയത് ആരാണ്? സൗമിത്രി. അഗ്നിയിൽ ചാടിയ സീതാദേവിയെ യാതൊരു ഭംഗവും വരാതെ അഗ്നികുണ്ഡത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് ശ്രീരാമന് നൽകിയത് ആരാണ്? അഗ്നി ഭഗവാൻ. സീതാദേവിയെ അഗ്നിദേവൻ തിരികെ നൽകിയ ശേഷം ശ്രീരാമന്റെ സ്തുതികൾ പാടി വന്ദിച്ചത് ആരാണ്? ബ്രഹ്മാവ്. യുദ്ധത്തിന് ശേഷം വിമാനത്തിൽ വന്ന് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും അനുഗ്രഹിച്ചത് ആരാണ്? ദശരഥൻ. ശ്രീരാമനോട് വരം ചോദിക്കാൻ ദേവേന്ദ്രൻ പറഞ്ഞപ്പോൾ യുദ്ധത്തിൽ മരിച്ച വാനരവീരന്മാരെ കുറിച്ച് ശ്രീരാമൻ എന്ത് വരമാണ് ചോദിച്ചത്? മരിച്ച വാനരന്മാരെ ജീവിപ്പിക്കണം. ശ്രീരാമൻ പുഷ്പക വിമാനത്തിലിരുന്ന സീതയ്ക്ക് ദർശനം നൽകിയ പുണ്യനദികൾ ഏതെല്ലാമായിരുന്നു? സരയു, ഗംഗ. ഭരദ്വാജാശ്രമത്തിൽ വെച്ച് രാമന്റെ ആജ്ഞപ്രകാരം അയോധ്യയിലെ വിവരങ്ങൾ അറിയാൻ ഭരതന്റെ അടുത്തേക്ക് പോയതാര്? ഹനുമാൻ. രാമന്റെ വരവറിയാൻ പാതുകങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ട് ഭരതൻ ധരിച്ചിരുന്ന വേഷം എന്തായിരുന്നു? സന്യാസി വേഷം. ശ്രീരാമൻ തിരികെ വന്ന വിവരം ജനങ്ങളോട് വിളംബരം ചെയ്തത് ആരാണ്? ഹനുമാൻ. അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമൻ ആരുടെ പാദങ്ങളിലാണ് ആദ്യം നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയത്? വസിഷ്ഠമുനി. ശ്രീരാമന്റെ രാജ്യാഭിഷേകത്തിനായി 4 സമുദ്രങ്ങളിൽ നിന്നും തീർത്ഥം കൊണ്ടുവരാൻ ഭരതൻ ചുമതലപ്പെടുത്തിയത് ആരെയെല്ലാമാണ്? ജാംബവാൻ, മാരുതി, അംഗദൻ, സുഷേണൻ.
ശ്രീരാമന്റെ പട്ടാഭിഷേക വേളയിൽ നൽകാനായി വായു ഭഗവാന്റെ കയ്യിൽ ദിവ്യമായ ഒരു ഹാരം കൊടുത്തയച്ചത് ആരാണ്? മഹേന്ദ്രൻ. സീതാദേവി രാമന്റെ സൂചന അനുസരിച്ച് തന്റെ കഴുത്തിലെ അമൂല്യമായ ഹാരം ആർക്കാണ് സമ്മാനിച്ചത്? ഹനുമാന്. ശ്രീരാമനിൽ നിന്ന് വരം ലഭിച്ച ശേഷം തപസ്സിനായി ഹനുമാൻ എവിടേക്കാണ് പോയത്? ഹിമാലയത്തിലേക്ക്. രാമന്റെ ആജ്ഞപ്രകാരം ഗംഗാതീരത്തുള്ള ശൃംഗേരിപുരത്തിലേക്ക് മടങ്ങിപ്പോയ രാജാവ് ആരാണ്? ഗുഹൻ. ശ്രീരാമനോട് യാത്ര പറഞ്ഞ് കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോയ വാനര രാജാവ് ആരാണ്? സുഗ്രീവൻ. ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ ലങ്കയിൽ ധർമ്മനിഷ്ഠയോടെ രാജാവായി വാണതാര്? വിഭീഷണൻ. പട്ടാഭിഷേകത്തിന് ശേഷം സിംഹാസനസ്ഥനായ ശ്രീരാമനെ ഉമാദേവിയോടൊപ്പം എത്തി സ്തുതിച്ച ദേവൻ ആരാണ്? പരമേശ്വരൻ. ഈ ക്വിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സ്കോർ താഴെ കമന്റ് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ധന്യവാദ.